പിടിക്കുന്ന അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നിന്റെ റൂഹ് പിടിക്കുന്ന അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് പറഞ്ഞു തരും, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായില് പറഞ്ഞു തരും, പറയടാ. പറയാ പേടിയോ? ആ സമയത്ത് നീ ഒന്ന് സംശയിക്കുമ്പോ അസ്റായില് പറയുകയാണ്, അള്ളാന്റെ ഖുർആൻ പറയുകയാ, ഞാൻ ആരെന്നറിയോ? നിന്റെ ദുനിയാവിലെയും നിന്റെ ആഖിറത്തിലെയും കൂട്ടുകാരനാ പറയുന്നത്. പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരുമ്പോ അത് ഉറക്കെ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടക്കണ്ടേ വാപ്പാ? മയ്യത്ത് കാണാ വരുന്നവര് മുഴുവനും കൊതിക്കണ്ടേ? അതിനാ മരണമെന്ന് പറയുന്നത്, അതിനാണ് മരണമെന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പൊന്നുമോളെ, ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാ. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, ശഹാദത്ത് കലിമ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സഹാബത്ത് എവിടെന്ന്, സഹാബി എവിടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശത്രുക്കള് പറയുകയാ, ശത്രുക്കള് പറയുകയാ, ഹുബൈബിന്റെ മുഖത്തവര് നോക്കുകയാ. പടച്ചവനെ, തൂങ്ങിച്ചാവുന്നവന്റെ കണ്ണ് തെള്ളുമല്ലോ, അവൻ മലമൂത്ര വിസർജനം നടത്തുമല്ലോ, നാവ് കടിക്കുമല്ലോ, പേടിപ്പിക്കുന്ന കോലത്തില് കിടക്കുമല്ലോ. എങ്കിൽ കഴുകുമരത്തില് തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിനെ നോക്കിയിട്ട് ശത്രുക്കള് പോലും പറഞ്ഞു, അല്ലാ ഇതെന്ത് മരണമാ അല്ലാ, ഇതെന്തൊരു ചിരിയാ അല്ലാ. അന്ന് ആ ചിരി കണ്ടിട്ട് എത്രയോ പേര് മുസ്ലിമായി, എത്രയോ പേര് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചിരി കണ്ടിട്ട് മുസ്ലിമായല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹയാ പറഞ്ഞത്, അല്ലാഹയാ പറഞ്ഞത്, വല്ലാഖിബത്തു ലിത്തഖ്വാ, നല്ല മരണം തരുമെന്ന് പടച്ച റബ്ബാ പറഞ്ഞത്. ഇനി നിനക്ക് ഇതിനേക്കാളും എന്തേ വേണ്ടത്? ഒരു പ്രതിഫലം കൂടെ പറയട്ടെ, ഒരു പ്രതിഫലം കൂടെ പറയട്ടെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് പോലും അടിക്കാൻ സമ്മതിച്ചില്ല, തൂക്കിയിട്ടിരിക്കുകയാ. ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ. ശത്രുക്കള് കാവല് നിൽക്കുകയാ, ശത്രുക്കള് കാവല് നിൽക്കുകയാ. അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി, മുത്തുനബിക്ക് വല്ലാത്ത വേദനയായി. റസൂൽ